നല്ല മഴക്കാലത്തെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കണത്. ഇത് മഴക്കാലത്ത് മാത്രമല്ല, പക്ഷേ മഴക്കാലത്താകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കൂടും. എന്താണെന്ന് വെച്ചാൽ ചേനയൊക്കെ നല്ല ചേന കിട്ടുന്ന സമയമാണല്ലോ മഴക്കാലം. അപ്പോൾ ഈ ചേനയും ചെറുപയറും കൂടി ഒരു കറിയുണ്ട്. അതെങ്ങനെയാണ് വെക്കണേന്ന് നോക്കാം. ആദ്യം തന്നെ കുറച്ച് ചെറുപയർ എടുത്ത് ഞാനൊന്ന് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ചേന അധികം വേണ്ട കേട്ടോ. ഞാനിതൊരു കാക്കിലോത്തി കുറവുള്ളൊരു ചേനയാണ് എടുത്തേക്കണത്. പിന്നെ അതിന് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, 2 പച്ചമുളക്. ഇനി ആദ്യം തന്നെ നമുക്ക് ഈ ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കണം. അതിക്ക് മുമ്പ് തന്നെ ഞാൻ ചേനയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒത്തിരി അങ്ങാട് ചെറുതാക്കണ്ട. നമ്മൾ കുക്കറിലിട്ട് ഒരു അടി അടിക്കാനുള്ളതാണ്. അപ്പോൾ ഒത്തിരി അങ്ങാട് വെന്തൊടഞ്ഞ് പോകണ്ടല്ലോ. അപ്പോൾ ഇനി ആദ്യം തന്നെ ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി കഴുകി വാരി വെച്ച് ചെറുപയറിലോട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, 2 പച്ചമുളക് ഇതിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഈ വേവിച്ച ചെറുപയറിലോട്ട് വേണം നമ്മൾ ചേന ഇട്ട് കൊടുക്കാനായിട്ട്. രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിനൊന്ന് വേകാത്ത രീതിയിലായി പോകും. നല്ല ചേനയാണെങ്കിൽ ഒറ്റ വിസിലിൽ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഒറ്റ വിസിലിൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഉടഞ്ഞു പോയിട്ടുമില്ല. അപ്പോൾ അതേ ഒരു ചട്ടി വെച്ച് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചാണ് ഇട്ട് കൊടുത്തേക്കണത്. അതിലോട്ട് പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് മൂത്ത് വരണം. പൊടികളായിട്ട് ചേർത്ത് കൊടുത്തേക്കണത് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മാത്രമാണ് കേട്ടോ. അപ്പം മുളക് പൊടിയിൽ ഞാനൊരിത്തിരി ചതച്ച മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തേക്കണത്. ഈ കറിയിൽ ഒരല്പം എരിവ് മുന്നിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ ഈ മസാല ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും വേവിച്ച് വെച്ചേക്കണം പയറും ചേനയും ഇട്ട് നല്ല രീതിയിലൊന്ന് വെട്ടിത്തിളച്ച് വരുമ്പോഴേക്കും നേരിയ തീയിലിട്ട് കുറച്ച് നേരം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ ചേനയും ചെറുപയറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം കോമ്പിനേഷനായിട്ട് ഒന്നെങ്കിൽ പപ്പടം അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചത് അത് മതി കേട്ടോ. വേറെ മീൻ വറുത്തതോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് മസ്റ്റായിട്ടൊന്ന് ഇത് ട്രൈ ചെയ്ത് കൂടി നോക്കണം.